ക്യുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റാങ്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് വന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമാണ്. ജൂൺ 16 മുതൽ 22 വരെയാണ് ഓപ്ഷൻ ഫില്ല് ചെയ്യാനുള്ള ടൈം. സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പ്രിഫറൻസ് നേരത്തെ തന്നെ തയ്യാറാക്കി ഓപ്ഷൻസ് കൊടുക്കുക. ക്യുസാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദേശീയ തലത്തിൽ ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ്. നമ്മുടെ കേരളത്തിലായതുകൊണ്ട് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊരു മനോഭാവം ഈ കോഴ്സ് സെലക്ഷനിൽ ക്യുസാറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടോ നമുക്ക് എന്നുള്ളതൊരു സംശയമാണ്. എന്തായാലും ക്യുസാറ്റ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചില കാര്യങ്ങളിൽ. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അപൂർവങ്ങളായ കുറേ കോഴ്സുകൾ ക്യുസാറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത. ഒരു ഉദാഹരണത്തിന് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫീസ് കുറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് കൂടിയാണ്. മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ IIT-കളായിട്ടും അതുപോലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്യൂഷൻ ഫീ റിലേറ്റീവ്ലി കുറവാണ്. കേരളത്തിലെ ക്യുസാറ്റിലെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നല്ല പ്ലേസ്മെൻറ്റും ഉണ്ട്. ദെൻ നേവൽ ആർക്കിടെക്ചറിന് പുറമെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. BTech സേഫ്റ്റി എഞ്ചിനീയറിംഗ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂരിനോട് കിടപിടിക്കുന്ന, അതിനോട് ചേർന്ന് നിർത്താൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ക്യുസാറ്റ്. അതിലെ കോഴ്സാണ് ഈ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മെറൈൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് റിലേറ്റീവ്ലി ഫീസ് കുറവാണ് കേരളത്തിൽ ഈ ക്യുസാറ്റിലുള്ള മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ നാലാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് പൊതുവേ അറിയാം, നമുക്ക് IIT-യിലും NIT-യിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലെ കോളേജുകൾ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ക്യുസാറ്റിലെ ഒരു പ്ലേസ്മെൻറ്റ് മോശമല്ല. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് 4 കോളേജുകൾ 5 കോളേജുകൾ എടുത്തു നോക്കുമ്പോൾ എന്നതുകൊണ്ട് ക്യുസാറ്റിൻ്റെ കോഴ്സുകൾക്ക് പ്രാധാന്യമുണ്ട്. ഈസിയും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് എടുത്തു നോക്കുമ്പോൾ 12 കോഴ്സുകളാണ് ക്യുസാറ്റിലുള്ളത്. അതിലൊന്ന് ഈ മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഈ ഒരു റാങ്ക് വെച്ചല്ല, ക്യുസാറ്റിൻ്റെ റാങ്ക് വെച്ചല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് CET റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വേറൊരു പ്രോസസ്സായിട്ടാണ് നടന്നത്. ഈ ഓപ്ഷനിൽ നിങ്ങളത് കാണില്ല. ദെൻ പുതുതായിട്ട് ഒരു BTech AI ആൻഡ് ML തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വർഷം മുതലാണ് വരിക. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നോക്കാൻ പോയാൽ ലാസ്റ്റ് റാങ്കിൽ ആ കോഴ്സിൻ്റെ ലാസ്റ്റ് റാങ്ക് നിങ്ങൾ കാണില്ല. ആ ലാസ്റ്റ് റാങ്കിൽ തന്നെ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് റാങ്കിൽ മറൈനും നിങ്ങൾ കാണില്ല. മറൈൻ്റെ ലാസ്റ്റ് റാങ്ക് വേറെ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഈ സൈറ്റിൽ കയറി ഹോം പേജിൽ കയറി ക്വിക്ക് ലിങ്ക്സിൽ 3ാമത്തെ ഓപ്ഷനായിട്ട് ലാസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോഴ്സുകൾ കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ലിസ്റ്റ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് ഞാൻ വീണ്ടും പറഞ്ഞു, അത് ക്യുസാറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ IMU CET-യുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവേ നമ്മൾ ക്യുസാറ്റിൻ്റെ ഒരു ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കുമ്പോൾ കാണുന്നൊരു പ്രവണത മറൈൻ എഞ്ചിനീയറിംഗ്, ദെൻ നേവൽ ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സേഫ്റ്റി, ഈ 5 കോഴ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്തതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഒരു പ്രിഫറൻസ് വെച്ചുകൊണ്ട് ഇതിൽ 5 എണ്ണത്തിൽ ബാക്കിയുള്ളതും ഇലക്ട്രിക്കലും സിവിലും മെക്കാനിക്കലും പോളിമറും ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഫീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫീസ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും 2 സീറ്റുകളാണ് ഈ ഉള്ളത്. NRI ചില ബ്രാഞ്ചുകളിലുണ്ട്. എല്ലാ ബ്രാഞ്ചുകളിലും NRI കണ്ടിട്ടില്ല. ചില ബ്രാഞ്ചുകളിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് NRI താല്പര്യമുള്ള അങ്ങനെ കൊടുത്തിട്ടുള്ളവർ കൊടുക്കുക. ഇനി ഓൾ ഇന്ത്യ കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് എന്ന് പറയുന്നതിൽ സാധാരണ ഫീസിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൻ്റെ ഡബിളായി മാറുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഈ ഓൾ ഇന്ത്യ സീറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഈ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ നമുക്ക് ഒരു റാങ്കിലും അതിൽ വ്യത്യാസം, ലാസ്റ്റ് റാങ്കിലും ഒരു വ്യത്യാസം അങ്ങനെ ഈ വരാറുണ്ട്. ഫീസ് കൂടിയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഒരുവിധ എല്ലാ കോഴ്സുകൾക്കും 28,800 സെമസ്റ്റർ ഫീ സ്റ്റേറ്റ് മെറിറ്റ്. ദെൻ അത് ഓൾ ഇന്ത്യ മെറിറ്റ് 55,000 രൂപയാണ്. NRI 73,800. ഇതിൻ്റെ കൂടെ നമ്മളൊരു 10,000 രൂപ വൺ ടൈം പേയ്മെൻ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ് നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ ഈ കോഴ്സുകളുടെ കൂട്ടത്തിൽ NRI എടുക്കുന്ന 73,000 ചില്ലോനം ഫീസുള്ള ഈ NRI എടുക്കുമ്പോൾ അത് സെമസ്റ്ററിനാണെന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. 1.5 ലക്ഷത്തോളം ഏകദേശം എല്ലാം കൂടി കൂട്ടിയിട്ട് വരും. പ്ലസ് അതിൻ്റെ കൂടെ ഒരു വൺ ടൈം ഫീ ആയിട്ട് NRI 2.5 ലക്ഷം രൂപ വേറെ തന്നെ അടയ്ക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഫസ്റ്റ് ഇയറിൽ ഒരു 4 ലക്ഷം രൂപ NRIക്കാർ അടയ്ക്കേണ്ടി വരും. ദെൻ നേവൽ ആർക്കിടെക്ചറിൽ 13,100 രൂപയാണ് ഫീസ് വരുന്നത്. പോളിമർ ടെക്നോളജിക്കും സെമസ്റ്ററിന് ഈ 13,100 തന്നെയാണ്. 39,300 NRI വരുന്നത്.
അതിൽ ഓൾ ഇന്ത്യ കോട്ട നമ്മൾ കണ്ടിട്ടില്ല, അതിലില്ല. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിൽ 19,600 രൂപയാണ്. ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിൽ വരുന്നത് അതിൻ്റെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫീസ് എന്ന് പറഞ്ഞത് 58,800 ദെൻ 39,300 പോളിമർ. ദെൻ മറൈൻ എഞ്ചിനീയറിങ്ങിൽ 89,700 രൂപയാണ് സ്റ്റേറ്റ് മെറിറ്റ് കോട്ട സീറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ കോട്ട സീറ്റ് 1,30,400 നോക്ക്. 89,700 സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1,90,000 രൂപയോളം വർഷത്തിൽ ഫീസ് വന്നു. മറ്റ് ഫീസുകളൊക്കെ കൂട്ടുമ്പോൾ ഒരു 2,00,000 2,10,000 നമ്മൾ തികച്ച് കാണണം. ദെൻ അത് റിലേറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഫീസ് കുറവാണെന്ന്, റിലേറ്റീവ്ലി കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ഒരു 16,400 അഡ്മിഷൻ ഫീ ഉണ്ട്. 19,600 പൊതുവെ ഹോസ്റ്റൽ ഫീ സെമസ്റ്ററിന് വരുന്നത്. ദെൻ ലാസ്റ്റ് റാങ്കുകൾ പരിശോധിച്ച് നോക്കുക. ഫീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കാണിച്ചിട്ടുണ്ട് ഈ സ്ക്രീനിൽ, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊന്ന് നോട്ട് ചെയ്യുക. ദെൻ ലാസ്റ്റ് റാങ്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിനാണ് പൊതുവേ കമ്പയർ ചെയ്യുമ്പോൾ നേവൽ ആർക്കിടെക്ചറിൻ്റെ ഒപ്പം അതിൻ്റെ താഴെ ആണ് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റവും കൂടുതൽ പോകുന്ന മറൈനും മറ്റൊന്ന് നേവൽ ആർക്കിടെക്ചറും പിന്നെ കമ്പ്യൂട്ടർ സയൻസുമാണ്. ഇനി കമ്പ്യൂട്ടർ സയൻസിൽ 388 സ്റ്റേറ്റ് ഓപ്പൺ കോട്ട. സ്റ്റേറ്റ് കോട്ട ഓപ്പൺ മെറിറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ സ്റ്റേറ്റ് കോട്ടയുണ്ട്, ഓൾ ഇന്ത്യ കോട്ടയുണ്ട്. ഈ സ്റ്റേറ്റ് കോട്ടയിൽ ഓപ്പൺ ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്ന 388 ലാസ്റ്റ് റാങ്ക് കമ്പ്യൂട്ടർ സയൻസിൽ. ജനറൽ മെറിറ്റിൽ വരുന്ന ആളുകളുടെ ഓൾ ഇന്ത്യ കോട്ട 728, ദെൻ ഈഴവ 610, ദെൻ 901 ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്നത്. നിങ്ങൾ ആ ലാസ്റ്റ് റാങ്ക് പരിശോധിച്ചാൽ ഏകദേശം അത് മനസ്സിലാവും. നേവൽ ആർക്കിടെക്ചറിന് 316 ജനറൽ മെറിറ്റ്, മുസ്ലിം മെറിറ്റ് 470, ഈഴവ മെറിറ്റ് 535. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് പരിശോധിച്ച് നിങ്ങളുടെ ഒരു റാങ്കൊക്കെ നോക്കി ഓപ്ഷൻസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചോയ്സസ് ഫില്ല് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിയർ ഗുരു എല്ലാ വർഷവും എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും മെഡിക്കൽ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഓൾ ഇന്ത്യ ആയാലും ദെൻ സ്റ്റേറ്റ് ആയാലും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃത്യമായി സൂക്ഷ്മമായിട്ട് പ്രിഫറൻസിനനുസരിച്ച് കോഴ്സുകളുടെ പ്രസക്തിക്കനുസരിച്ച് സ്ഥാപനങ്ങൾക്കനുസരിച്ച് ഒരു പ്രിഫറൻസ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ദെൻ അത് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരിക. അതിൻ്റെ ഒരു ഫോളോ അപ്പുകളും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ആ സർവീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കരിയർ ഗുരുവിൽ നേരിട്ട് വരിക. കൂടുതൽ കാര്യങ്ങൾക്ക് കുസാറ്റുമായിട്ട് ബന്ധപ്പെട്ടതോ എഞ്ചിനീയറിംഗ് മെഡിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ല കോഴ്സ് കിട്ടട്ടെ, നല്ല കരിയറിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.